അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, വളരെ കുറഞ്ഞൊരു സമയം എല്ലാവരും ഒന്ന് എടുത്തിരുന്നാൽ നമുക്ക് പരസ്പരം ഉപകാരപ്പെടുന്ന ചെറിയൊരു കാര്യം പരസ്പരം പങ്കുവെക്കാം. നമ്മൾ ഖുത്ബയിൽ കേട്ടതിൻ്റെ ഒരു തുടർച്ചയെന്നോണം നമ്മുടെ സംസാരങ്ങൾ ഏറ്റവും നല്ല രൂപത്തിലായാൽ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ഏറ്റവും നല്ലതായിരിക്കുമെന്ന് ഒരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരാളോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇൻറ്റൻഷൻ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞ കാര്യം അവരത് ചെയ്യുക എന്നുള്ളതല്ലേ? അല്ലെങ്കിൽ എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അത് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ തിരിച്ചു കാണുക എന്നുള്ളതാണ്. അതാണ് മെയിൻ ലക്ഷ്യം, അല്ലാണ്ട് പറയാന്നുള്ളതല്ല ലക്ഷ്യം. ഇപ്പോൾ ഒരാൾക്കൊരു ഉപദേശം കൊടുക്കുക, ദഅവത്ത് നടത്തുക, ഒരാളോട് കാര്യം പറഞ്ഞു കൊടുക്കുക എന്നതിൻ്റെ ഒക്കെ പിന്നിൽ ലക്ഷ്യം എന്താ? പറയാൻ വേണ്ടി പറയല അല്ല. നമ്മൾ എന്താണോ പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? പക്ഷെ പലപ്പോഴും നമ്മൾ പറയുന്നതിൻ്റെ ശൈലി അനുസരിച്ച് പിന്നെ ഒരിക്കൽ പോലും അദ്ദേഹം ആ ഭാഗത്തേക്ക് എത്തി നോക്കാത്ത രൂപത്തിൽ നമ്മുടെ സംസാരം ചിലവൽ എന്ത് ചെയ്യും? അകറ്റിക്കളയും. നമ്മൾ ഉദ്ദേശിച്ചത് നല്ലത് അയ്യോ, പക്ഷെ അതിൻ്റെ ഫലം ഏറ്റവും വേസ്റ്റായിട്ടായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ഉദ്ദേശം നന്നാ മാത്രം പോരാ, നമ്മളത് ഒരാൾ അദ്ദേഹത്തിൽ അത് ഇഷ്ടത്തോടു കൂടി സ്വീകരിക്കണം എന്ന് കൂടിയുള്ള മനസ്സിലാവും. വിഷയത്തിന്റെ ഗൗരവവും സംസാരത്തിന്റെ ശൈലിയും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞത് കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ടും കാര്യമല്ല, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്, അത് സത്യമല്ലേ എന്നുള്ളത് അതൊരു സബ്ജക്റ്റ് ആണ് അല്ലേ? ഫ്രണ്ടിലും ടയർ വേണം, ബാക്കിലും ടയർ വേണം. ഒരു വണ്ടിന്റെ ടയർ പോലെയാണ് എന്ത് ഈ ഭാഗം. ഒന്ന് ഇന്റൻഷൻ, അതല്ലെങ്കിൽ സബ്ജക്റ്റ്, പറയുന്ന കാര്യം അത് ഒരു ഫ്രണ്ട് ടയർ ആണെങ്കിൽ ബാക്ക് ടയർ ആണെന്തെന്ന് നമ്മൾ പറയുന്നതിൻ്റെ ശൈലി. അതിലേത് പോയാലും എന്താവും? പ്രശ്നം ഉണ്ടാവും. പ്രവാചകന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞൊരു സംഭവമാണ്. നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന് തോന്നിപ്പോകുമാറ് അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു സ്വഹാബികളുടെ മനസ്സ് എന്നാ പറഞ്ഞതിന്റെ സാരം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, അതാ ഫതൻ ശാബൻ അന്ന ഫതൻ ശാബൻ അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു യുവാവായ ആള് പ്രവാചകന്റെ അടുത്ത് വന്നു. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, ഫഖാല യാ റസൂലല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇദൻ ലീ, എനിക്ക് അനുവാദം നൽകണം. എന്തിനാണെന്നറിയോ? ബിസ്സിന, വ്യഭിചരിക്കാൻ എനിക്ക് അനുവാദം നൽകണം. ആരടുത്ത് വന്നിട്ട് ചോദിക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നത് ഇദൻ ലീ ബിസ്സിന. സഹാബികളൊക്കെ അങ്ങനെ നിൽക്കുന്നിടത്തിൽ വന്നിട്ട് ഒരു യുവാവായ മനുഷ്യൻ വന്നിട്ട് പ്രവാചകനോട്, അതിന്റെ അർത്ഥം എന്താ? പ്രവാചകനോട് അനുവാദം ചോദിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം മുസ്ലിം ആയിരിക്കണം. അദ്ദേഹം മുസ്ലിം അല്ലെങ്കിൽ ഒന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന് വ്യഭിചരിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സങ്കടവും ആ സംഘർഷവും സഹിക്കവയ്യാതെയാണ് പ്രവാചകന്റെ അടുക്കലേക്ക് ആ സഹാബിയായ യുവാവ് വന്നത്. പ്രവാചകരെ ഇദൻലി ബിസ്സിന. അപ്പൊ ഉണ്ടായ സംഭവം എന്തായിരിക്കും നമുക്ക് ഊഹിച്ചാൽ അറിയാം. സഹാബികളൊക്കെ എടുക്കുന്നിടത്തിൽ ഒരാൾ വന്നിട്ട് വ്യഭിചരിക്കാനുള്ള അനുവാദം തരണമെന്ന് ചോദിച്ചപ്പോൾ എന്താ ഉണ്ടായത്? ഫഅഖ്ബലൽ ഖൗമു അലൈഹി ഫസജറു വഖാലു മഹ്മഹ്. ആളുകളെല്ലാം കൂടി ഇങ്ങോട്ട് കൂടിയിട്ട് അദ്ദേഹത്തിന് പിന്നെ പറയേണ്ട കാര്യം ഉണ്ടാവും. ആളുകൾ അദ്ദേഹത്തിന് വാട്ടി ഓടിക്കാൻ വേണ്ടി പുറപ്പെട്ടു. പ്രവാചകൻ പറഞ്ഞു എന്താണ്? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ൻഹു. പ്രവാചകൻ പറഞ്ഞു, നിർത്തി, അദ്ദേഹത്തിന് എൻ്റെ അടുത്തേക്ക് കൊണ്ടാ, എൻ്റെ അടുത്തേക്ക് വിട്.
ഫദനാ മിൻഹു ഖരീബൻ. അങ്ങനെ സഹാബികൾ അദ്ദേഹത്തിന്റെ പ്രവാചകന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഫജലസ, പ്രവാചകൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് ഇരുത്തിയിട്ട് ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടോ, വന്ന ഒരാൾ അങ്ങനെ ചോദിക്കാൻ ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ കണ്ടോ, അവിടെ പ്രവാചകൻ ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് ആരാന്ന് വെച്ചാൽ അത് അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അപ്പോ അങ്ങനെ ചോദിക്കാൻ മനസ്സ് തോന്നിയ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ സംഘർഷത്ര ഉണ്ടാവും. ഒരു സദസ്സിൽ വന്ന് അതും പ്രവാചകനോട് എനിക്ക് ജിനക്ക് വേണ്ടിയിട്ട് അനുവാദം നൽകണമെന്ന് ചോദിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ മാനസിക സംഘർഷം എത്രത്തോളം ഉണ്ടാവണം. അത് പ്രവാചകൻ മനസ്സിലാക്കിന്, സ്വഹാബികൾ മനസ്സിലായില്ല. ഏറ്റവും നല്ലൊരു ലീഡറാണ്, ഒരു ഉപദേശകനാണ്, ഒരു കൗൺസിലറാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ ഓനങ്ങോട്ട് വിളിച്ചിട്ട് എടുത്തിരുത്തിയിട്ട് പ്രവാചകൻ ചോദിച്ചു, എന്താ എനിക്ക് ചോദിച്ച്? ഒന്നൊന്നല്ല ചോദിച്ച്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അത്തുഹിബ്ബു ലിഉമ്മക, നിങ്ങൾക്ക് എൻ്റെ അമ്മനെ ഇഷ്ടമാണോ? അദ്ദേഹം പറഞ്ഞു, ഖാല ലാ വല്ലാഹ് ജഅലനില്ലാഹു ഫിദാക്. എന്താ പ്രവാചകൻ, എൻ്റെ ഉമ്മനെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഉമ്മനെ ഇഷ്ടമാണ്. വഖാല വലന്നാസി യുഹിബ്ബൂനഹു ലിഉമ്മാതിഹിം. പ്രവാചകൻ ചോദിച്ചു, അല്ല അനക്ക് എൻ്റെ അമ്മനെ ഇഷ്ടമാണെങ്കിൽ ജനങ്ങൾക്കൊക്കെ ഒരമ്മമാരെ ഇഷ്ടമായിരിക്കൂലേ? അതെ. പ്രവാചകൻ ചോദിച്ചു, അതുഹിബ്ബുഹു ലിഇബ്നതിക്, അനക്ക് എൻ്റെ മോളെ ഇഷ്ടമാണോ? അദ്ദേഹം പറഞ്ഞു, അതേ പ്രവാചകരെ, എനിക്ക് എൻ്റെ മോളെ ഇഷ്ടമാണ്. പ്രവാചകൻ തിരിച്ചു ചോദിച്ചു, അല്ല ജനങ്ങൾക്കൊക്കെ ഓരോ മോളെ ഇഷ്ടമായിരിക്കൂലേ? അവരെ പെൺകുട്ടികളെ എല്ലാ ജനങ്ങൾക്കും ഇഷ്ടമായിരിക്കും. അങ്ങനെ ഓരോരോ ആളുകളെയും വിളിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ, നിന്റെ അമ്മത്തിന് എനിക്ക് ഇഷ്ടമാണോ, നിന്റെ ഹാലത്തിന് എനിക്ക് ഇഷ്ടമാണോ, നിന്റെ സഹോദരിയെ നിനക്ക് ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണ്, ആണ്, ഇഷ്ടമാണ്. പ്രവാചകൻ ചോദിച്ചു, ജനങ്ങൾക്കൊക്കെ പോലെ സഹോദരിമാരെയും ജ്യേഷ്ഠത്തിമാരെയും പിന്നെ അമ്മായിമാരെയും ഒക്കെ ഇഷ്ടമായിരിക്കൂലേ? നീ വ്യഭിചരിക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരാൾ അമ്മനായിക്കൂലേ, ഏതെങ്കിലും ഒരാളെ സഹോദരനായിക്കൂലേ, ഏതെങ്കിലും ഒരാളെ പങ്ങളായിക്കൂലേ? അദ്ദേഹം അത് കേട്ട് നിന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈവച്ചിട്ട് പറഞ്ഞു, വവളഅ യദഹു അലൈഹി. പ്രവാചകൻ അദ്ദേഹത്തിന്റെ കയ്യിൽ മുളിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു ദംബഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഗ്ഫിർ ദംബഹു വതഹിർ ഖൽബഹു വഹസ്സിൻ ഫർജഹു. അല്ലാഹുവേ, ഈ സഹോദരന്റെ പാപം നീ പുറത്തു കൊടുക്കണേ, ഈ സഹോദരന്റെ ഹൃദയം നീ ശുദ്ധീകരിച്ചു കൊടുക്കണേ, ഈ സഹോദരന്റെ ഗുഹ്യാവയവത്തെ നീ നന്നാക്കണേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു. സഹാബികൾ പറയാണ്, ഫലം യകും ബഅദു ദാലികൽ ഫതാ യൽതഫിതു ഇലാ ഷൈ. അതിനുശേഷം ആ യുവാവ് വേറൊരു മേഖലയിലേക്കും തിരിഞ്ഞതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. കണ്ടോ, വലിയൊരു സംഘർഷം ഭരിതമായ അന്തരീക്ഷത്തിലൂടെ കടന്നു വന്ന ഒരു സഹോദരനെ വളരെ സിമ്പിളായ ഉപദേശങ്ങളെ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും കണ്ട, ഒരു പ്രാർത്ഥനയിൽ കൂടെ, അവിടെ ഉപദേശം മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ എടങ്ങേറായി നിൽക്കുന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക കൂടി ചെയ്തു. എത്ര നല്ല സുന്ദരമായൊരു പ്രാർത്ഥന. അപ്പൊ എനിക്ക് വേണ്ടി എൻ്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഇനി ആ വിഷയത്തിലേക്ക് ഞാൻ പോവില്ല എന്നുള്ളൊരു മാനസികാവസ്ഥ അല്ലേ? നമ്മളുടെ കൂട്ടുകാരന്മാരെന്തെങ്കിലും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഒക്കെ ശരിയാ ഇവിടെ ഒന്ന് പറഞ്ഞു പോകുന്നതിനപ്പുറം ഇവിടെ നമുക്കൊരു ഗുണപാഠം കൂടി ഉണ്ട്. അദ്ദേഹം കേൾക്കേ അദ്ദേഹത്തിന് വേണ്ടി ആ വിഷയത്തിൽ ഒരു തുറസ് നൽകാൻ അദ്ദേഹം കേൾക്കൊന്ന് പ്രാർത്ഥിച്ചാണ്ടല്ലോ. ഇന്നാള് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച വിഷയമാണ്, അതിൽ ഒരു സമാധാനം ഉണ്ടാവും. കണ്ടോ, മനസ്സ് ഓപ്പണാവാണ്. ഇതിലൊക്കെ എത്രയോ ഗുണപാഠങ്ങൾ, ഏറ്റവും നല്ല ഇടപെടലുകൾ, ഏറ്റവും നല്ല പ്രതിഫലനങ്ങൾ, വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഇതിലൊക്കെ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ. എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, പറയുന്ന എനിക്കുണ്ട്, കേൾക്കുന്ന നിങ്ങൾക്കുണ്ട്. അപ്പം നമ്മളൊക്കെ നല്ല ആളുകളാവാൻ വേണ്ടിയിട്ട് പരമാവധി പരിശ്രമിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം, പരസ്പരം കൂട്ടുകാരോട്
നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്വഭാവമുള്ള ആളുകളാവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാം. മനസ്സിലായോ? ദുനിയാവിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ജോലി പോയാൽ അടങ്ങി പ്രാർത്ഥിക്കണേ, പാപ്പക്ക് അസുഖമാണെങ്കിൽ പ്രാർത്ഥിക്കണേ, ഉമ്മക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പ്രാർത്ഥിക്കണേ, മോന് പരീക്ഷയാണ് പ്രാർത്ഥിക്കണേ, ഭാര്യ പ്രഗ്നൻ്റാണ് പ്രാർത്ഥിക്കണം. അതിനപ്പുറം സ്വഭാവം നന്നാൻ പ്രാർത്ഥിക്കണം കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ എപ്പോഴും വരുന്നുണ്ട്. ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്, ഒക്കെ നന്നാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആ ചോദ്യം തന്നെ ആ സഹോദരൻ നമ്മളെ ഇഷ്ടമുണ്ടാക്കും. സ്വഭാവം നന്നാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സിമ്പിളായിട്ട് ഒരല്പം ബോധത്തോടു കൂടി ഇടപെട്ടാൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന സൽസ്വഭാവികളായ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.